ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെതും അതേപോലെ സാറ്റിനും ഇതുപോലൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ നമ്മൾ അടിയിൽ ലൈനിങ്ങിന് പകരം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നാലാക്കി നമുക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ബോഡി പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കരവശം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്കൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ചിട്ട് നമുക്ക് ആ ഒരു വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. നമ്മുടെ തുണി ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എത്രയാണോ നമ്മുടെ ലെങ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. ഓക്കെ, 18 ഇഞ്ചാണ് നമ്മളിവിടെ ലെങ്ത് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വലിയവരുടെയോ ചെറിയവരുടെയോ ആണെങ്കിൽ ആ ഒരു അളവിലേക്ക് മാറ്റി ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് 5.5 ഷോൾഡർ, ഹാഫ് ഷോൾഡറാണ് 5.5. ഇനി നമ്മുടെ ഇറക്കം ഞാനിവിടെ ഒരു 6 എടുക്കുന്നത്. ആം ഹോളിൻ്റെ ഇറക്കം 6 എടുക്കാം. കാരണം നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അരേഞ്ച് കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആം ഹോളിൻ്റെ ഇറക്കം 6 എടുത്തത്. അല്ലെങ്കിൽ 5.5 തന്നെ മതി. ഇനി നമുക്ക് വീതി 7 എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഞാനിവിടെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഈ ഒരു ആം ഹോൾ ഷേപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗമില്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ വീതി നോക്കാം. അപ്പം ഞാനിവിടെ വേസ്റ്റ് ലെങ്ത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. അവിടെ നമുക്ക് വീതി 6 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴത്ത് നമ്മൾ എടുക്കുന്നത് ഒരു 2 ഇഞ്ച് കൂടുതലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇവിടെ ഒരു ചെറിയൊരു കേർവ് കൂടി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഒരു കട്ടിട്ട് കൊടുക്കാം. കാരണം നമുക്ക് നെക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിന് കറക്റ്റായിട്ടൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബോഡി പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് പറയുന്നത് ഇത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി ഒന്ന് 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ 2 ആക്കി, എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് 2 ആക്കി ഒന്ന് ഞാൻ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കുറച്ച് വീതിയിൽ നമ്മുടെ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന തുണി എടുക്കണം. കാരണം നമ്മളിവിടെ ഒരു പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള സ്ലീവാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു 12 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അവിടെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ 12 ഇഞ്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ വീതിയാണ്. അപ്പോൾ എനിക്കിവിടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഫുൾ റൗണ്ട് വരെ 12 ആണ്. ഓക്കെ, ആ ഒരു 12 ഇഞ്ച് നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഞാനിവിടെ ഒരു 12 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മളെ ആം ഹോൾ റൗണ്ട് അത് ഫുള്ളായിട്ടുള്ളത് നമ്മൾ കൊടുക്കാൻ നോക്കാം കേട്ടോ. എങ്കിലേ നമുക്കിവിടെ പ്ലീറ്റ്സ് ഇടാനുള്ള തുണി കിട്ടും. 2.5 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലീവ് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ നമ്മുടെ ആം ഹോൾ റൗണ്ട് അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് കുറച്ച് വീതിയിൽ നമുക്ക് കിട്ടണം. ഇനി താഴത്ത് നമ്മളൊരു 4.5 ഇഞ്ച് കൊടുത്തു, 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ ഞാനൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തില്ലേ അത് നമുക്ക് ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു സാറ്റിൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് 4 ആക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ലീവ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്ലീവ് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മടക്കുവശം കറക്റ്റാക്കി ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടിയിൽ വെക്കുന്ന തുണി നമ്മുടെ ലൈനിങ്ങിനേക്കാളും കുറച്ച് കൂടുതലായാലൊന്നും പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പീസ് നെറ്റിൻ്റെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു പീസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു തുണി ഒന്ന് 4 ആക്കി ഞാനൊന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 ആക്കി ഒന്ന് മടക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 പീസാക്കിയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2.5 ഇഞ്ചാണ് ലെങ്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്തിട്ട് ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിത് താഴ്വശത്ത് മടക്കി തയ്ക്കാനും ഉള്ളിലോട്ട് മടക്കി തയ്ക്കാനുള്ള അങ്ങനെ 1 ഇഞ്ച് നമുക്കിതിൽ കുറവ് വരും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ എടുക്കാൻ നോക്കുക. ഈ താഴ്വശത്താണ് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2 പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാറ്റിനും 4 ആക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ. എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 4 ആക്കി ഒന്ന് മടക്കിയിട്ടിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാറ്റിനും അതേപോലെ നെറ്റിൻ്റെതും നമ്മൾ ഇതേ രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു മെയിൻ ലൈനിങ്ങിൻ്റെ പീസ് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സാറ്റിൻ്റെ ബോഡി പാർട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു നെറ്റില്ലേ മെയിൻ മാറ്റീരിയൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് ഞാനൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആംഹോളൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു, ഡയറക്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി തയ്യലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് സൈഡ് വശവും ആംഹോളിൻ്റെ ഭാഗങ്ങളും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിതുപോലെ ഇത് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് തുണിയൊക്കെ എക്സ്ട്രാ വന്ന പീസ് തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയാം. അപ്പം ലൈനിങ്ങിന് കറക്റ്റായിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 ആക്കിയിട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ കഴുത്തകൽ 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതെടുത്ത് ഇനി ഇറക്കം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2.5 ഇഞ്ച് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബാക്ക് പാർട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. അതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള ഇതുപോലെ ഒരു 10 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് 2 ആക്കിയിട്ട് ഞാനൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ആക്കി മടക്കി തയ്ച്ചെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തത്, ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീത്ത വശത്ത് തന്നെ നമുക്കൊന്ന് മാർക്കിങ് കൊടുക്കാം, നേരത്തെ പോലെ തന്നെ. അപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ വീതി കൊടുത്തു. ഇറക്കം നമ്മളിവിടെ ഒരു 2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൂടെ എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു 2 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യില്ല, അവിടുന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് കൊടുത്തിട്ട് ഞാനൊരു ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ബാക്കിൽ ഓപ്പണിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചാണ് മാർക്കിങ് കൊടുത്തത്. ആ ഒരു 3 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് 3 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന്, അവിടുന്ന് ഒരു തയ്യൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 3 ഇഞ്ച് കറക്റ്റ് ലെങ്ത്ത് എത്തുമ്പോൾ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു തയ്യലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സൂചി കുത്തി നിർത്തുക. എന്നിട്ട് തിരിച്ച് പിന്നെ ഒരു ചെറിയൊരു ബോക്സാക്കി വരച്ചെടുക്കുക. ഒരു 4 ഇഞ്ച് വീതിക്കുള്ള ഒരു ബോക്സാക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച് മടക്കി തയ്ച്ച ആ ഒരു പീസില്ലേ അത് 2 ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് തച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വശവും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു
പ്ലാക്കറ്റ്സ് ഒക്കെ വെക്കില്ല, അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് വശം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഉള്ളോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു പീസ് ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പ്ലാക്കറ്റ്സ് സ്റ്റിച്ച് ചെയ്യില്ല, അതേപോലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അടിവശം നമുക്കൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് പ്ലാക്കറ്റ്സ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതേപോലെ ഞാനിതുപോലെ കുറച്ച് ഈ ഒരു ഭാഗം ഓപ്പൺ ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ബാക്ക് പാർട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന നമുക്ക് നോക്കാം കേട്ടോ. ഈ രീതിയിൽ നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലീവ് ചെയ്യാനുള്ള ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സാറ്റിനില്ലേ, അത് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡ് വശങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോവാതിരിക്കാനാണ് നമ്മളിതുപോലെ രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് വശങ്ങളും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വശങ്ങളും താഴത്തെ വശം ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്ലീവിൻ ഈ ഒരു നെറ്റിൻ്റെ പീസില്ലേ, അത് നമുക്ക് ഇതുപോലെ താഴ്ന്ന് മുകളിലോട്ട് വേണമെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒന്ന് താഴത്തെ വശം ഇതുപോലെ, അതായത് നമ്മുടെ നെറ്റിൻ്റെ നല്ല വശം ഈ ഒരു തുണിയുടെ തറ്റത്ത് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താവശം നമ്മളെ ലേസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കില്ലേ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ വന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് ഇങ്ങോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് നമുക്ക് വെച്ചിട്ട് മടക്കി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടിൻ്റെ ഒരേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ ഒരു കട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോഡി പാർട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ആം ഹോളിൻ്റെ നമ്മുടെ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ അവിടെയാണ് നമ്മളിത് കട്ട് ചെയ്ത് ഭാഗം വെക്കേണ്ടത്. അവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് നമ്മൾ പിടിക്കുക. 3-4 ഫ്രില്ല് നമുക്കവിടെ പിടിക്കാൻ കിട്ടും. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഷോൾഡറിൻ്റെ കറക്റ്റ് ഷോൾഡർ സെൻറ്റർ പോയിന്റിൽ പിടിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 3-4 ഫ്രില്ല് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റിനായതിനെ കൊണ്ട് നമുക്ക് കുറച്ചുകൂടി വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും. 3-4 ഫ്രില്ലൊക്കെ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലിട്ട് കൊടുത്താൽ എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഞാൻ സാധാരണ ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട് ഈ ഒരു വശമാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഒരു വശം ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു അടുത്ത വശമില്ല ആ ഒരു ഭാഗവും ഇതേപോലെ തന്നെ പിടിച്ചിട്ട് ഇതിൻ്റെ തിരിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കറക്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഫ്രില്ലാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് താഴോട്ടേക്ക് കറക്റ്റ് നമ്മളെ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നെക്ക് നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ, അതുകൂടെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു നെക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കുക. രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് പതിയെ നമ്മൾ നെക്ക് പിടിച്ച് വലിക്കാതെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. കൂടുതൽ കട്ടി ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തുനിന്ന് മുകളിലോട്ട് നമുക്കിതൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഉൾവശത്തേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഉൾവശത്തേക്ക് മടക്കി പിടിച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നെക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇനി താഴെ വശവും അതേപോലെ സൈഡും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും.